പാകിസ്ഥാനിൽ നിന്ന് ആയുധം വാങ്ങിയവർ ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന ലേബലിൽ എത്തിയ വെടിക്കോപ്പുകൾ യുദ്ധക്കളത്തിൽ ചിറ്റിപ്പോയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അസർബൈജാൻ മുതൽ ഉക്രൈൻ വരെ നീളുന്ന രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ നൽകിയത് വെറും ആക്രിയായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അസർബൈജാൻ അർമേനിയ സംഘർഷത്തിനിടെ പാകിസ്ഥാൻ വിതരണം ചെയ്ത പീരങ്കി ഷെല്ലുകൾ വൻ പരാജയമായിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ അവകാശപ്പെട്ട ദൂരപരിധിയുടെ പകുതി പോലും ഈ ഷെല്ലുകൾക്ക് ലഭിക്കുന്നില്ല. തുരുമ്പിച്ചതും കൃത്യമായ അളവുകളില്ലാത്തതുമായ വെടിക്കോപ്പുകളാണ് പാകിസ്ഥാൻ കയറ്റി അയക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിലും വലിയ തമാശ മറ്റൊന്നുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പ്രതിരോധിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയ 155 mm ഷെല്ലുകൾ പീരങ്കിക്കുള്ളിൽ വച്ച് തന്നെ പൊട്ടിത്തെറിച്ചത്രേ. ഇത് ഉക്രൈന്റെ അത്യാധുനിക M777 ഹോവിറ്റ്സർ പീരങ്കികൾക്ക് വലിയ കേടുപാടുകളും വരുത്തി. ആയുധം ശത്രുവിനെ കൊല്ലാനാണോ അതോ സ്വന്തം സൈന്യത്തെ അപകടത്തിലാക്കാനാണോ എന്ന് ഉക്രൈനിയൻ സൈനികർ പോലും സംശയിച്ചു പോയ നിമിഷം. പോരാത്തതിന് കയ്യിലുള്ള ആയുധങ്ങളും പോയി കിട്ടി. എങ്ങനെ ഇരിക്കുന്നു? വർഷങ്ങളായി പാകിസ്ഥാനെ വിശ്വസിച്ച് ആയുധം വാങ്ങിയിരുന്ന രാജ്യമായിരുന്നു സൗദി അറേബ്യ. എന്നാൽ വെടിക്കോപ്പുകളുടെ നിലവാരമില്ലായ്മ ബോധ്യപ്പെട്ടതോടെ അവരും ഇപ്പോൾ കളം വിടുകയാണ്. അവരും ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ്. വിദേശ നാണ്യം കണ്ടെത്താൻ വേണ്ടി പഴയതും കാലഹരണപ്പെട്ടതുമായിട്ടുള്ള സ്റ്റോക്കുകൾ പെയിന്റ് അടിച്ച് വിൽക്കുകയാണോ പാകിസ്ഥാൻ എന്ന ചോദ്യമാണ് പ്രതിരോധ വിദഗ്ധർ തന്നെ ഉയർത്തുന്നത്. പാകിസ്ഥാൻ ആയുധ വിപണിയിൽ തകർന്നടിയുമ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കുതിച്ചുയരുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിത വെടിക്കോപ്പുകളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണത്. പാകിസ്ഥാന്റെ ആയുധങ്ങൾ വെറും ആക്രി മാത്രമാണെന്ന് തെളിഞ്ഞതോടെ പുതിയ കരാറുകളിൽ നിന്ന് പല രാജ്യങ്ങളും പിന്മാറുകയാണ്. ബിസിനസ് വർദ്ധിപ്പിക്കാൻ നോക്കിയ പാകിസ്ഥാന് ആയുധ വിപണിയിൽ വൻ തിരിച്ചടിയാണ് നേരിടുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ ആയുധം വാങ്ങുന്നത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണെന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിലവാരമില്ലാത്ത ചരക്ക് വിറ്റ് ലോകത്തെ പറ്റിക്കാൻ നോക്കിയ പാകിസ്ഥാന് കിട്ടിയത് അർഹിച്ച പണി തന്നെയാണെന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് മലയാളം.